ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എസ്. നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയ പ്രത്യേകതകളൊന്നുമില്ല. നാട്ടിലാണ്, സൺഡേ ആണ്. ഇന്ന് നമ്മുടെ തിരുവാതിരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരുവാതിര ഇന്നലെ ആയിരുന്നു എട്ടങ്ങാടി, ഇന്ന് തിരുവാതിരയാണ്, ഇന്ന് ഉറക്കൊഴുപ്പാണ്. പക്ഷെ ഞാൻ ഉറക്കൊഴുപ്പിനൊന്നും ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല, എന്നാലും ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുളിച്ച് അടുത്ത പരിപാടികളിലേക്ക് കിടക്കണം. തിരുവാതിര ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു കുളി നിർബന്ധം കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചു. മാത്രമല്ല, നമ്മളെ തിരുവാതിരയുടെ മകേരും തിരുവാതിരയും 2 ദിവസങ്ങളിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്യില്ല. അപ്പോൾ എൻ്റെ മുടി നല്ല അത്യാവശ്യം ഫ്രിസ്സാണ്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് തലങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ണെഴുതി കുറി തൊട്ട് പൂ ചുടലൊക്കെയാണ് കേട്ടോ തിരുവാതിരയുടെ പ്രത്യേകതകൾ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി പൊട്ട് തൊട്ട് പൂ ചൂടൊക്കെയാണ് കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചൂടിട്ട് എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ പൂജയുണ്ട്. ഇന്നിപ്പോൾ തിരുവാതിര ആയതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ നമ്മൾ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മയൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകണം, അതൊക്കെ എടുക്കണം വിചാരിച്ചു. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള അമ്പലമല്ല കേട്ടോ, അത് നമ്മുടെ ശാസ്താവിൻ്റെ അമ്പലം ഇവിടെ തന്നെ. അതല്ലാതെ ഇവിടെ തന്നെ ഈ ഒരു പാടം കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശിവൻ്റെ അമ്പലം കൂടി ഉണ്ട്. അപ്പം അവിടെ ഇന്ന് പൂജയുണ്ട് തിരുവാതിരയൊക്കെ ആയതുകൊണ്ട്. അന്നേരം ഞാൻ അതും കൂടെ കാണിക്കണം വിചാരിച്ചിട്ടാണ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ജുഗിനെ എഴുന്നേറ്റിട്ടില്ല. അപ്പം അവൻ ഉണർത്തിയൊന്നും കൊണ്ടുപോയില്ല, പാവം ഉറങ്ങിക്കോട്ടെ. ഇനിയിപ്പോൾ വൈകിട്ട് അല്ലാതെ പിന്നെ ഇടയിൽ കിടന്ന് ഉറങ്ങും. പിന്നെ രാത്രി ലേറ്റ് ആവും. നാളെ ഇനി മൺഡേ ആണ്, സ്കൂളുണ്ട്. അപ്പം പിന്നെ അങ്ങനെയൊന്നും അപ്പോൾ പിന്നെ അവനെ എണീപ്പിച്ചിട്ടില്ല, അവനെ ഉറങ്ങുക. അമ്മയൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. അച്ഛൻ വേറെ അമ്പലത്തിൽ പോയിരിക്കുന്നു. എല്ലാവരും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. ചുക കിടന്നുറങ്ങാണ്. ഞാനിത് ഇവിടെ 2ാമത്തെ കപ്പ് ചായ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ വന്നിട്ട് അച്ഛൻ ഇപ്പോൾ കഴിക്കാത്തുണ്ടോ അറിയില്ല. അമ്മ കൂടെ വന്നിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2ാമത്തെ കപ്പ് ചായയായിട്ട് ഇരിക്കുകയാണ്. ചായ ഇങ്ങനെ കുടിക്കുന്നത് നല്ലതല്ല കേട്ടോ, നല്ല അസിഡിറ്റി പ്രോബ്ലം വരും. എനിക്ക് വന്നിട്ടുള്ളതാ. പക്ഷെ ഇതിപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായില്ലേ, അപ്പോൾ എനിക്ക് വിശക്കും. അത് കാരണമാണ് ഞാൻ ചായ കുടിച്ചതാണ്. അമ്മ അതേ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചുഗുനു എഴുന്നേറ്റ് വന്നു. ചുഗുനുവിന് പാലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. റവ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല തിരുവാതിര കഴിയണവരെ. അത് കാരണം കൊണ്ട് റവ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെ. അപ്പോൾ റവ ഇഡ്ഡലി ആകുമ്പോൾ ഒരു ഭക്ഷണം മതിയല്ലോ, എല്ലാവർക്കും അത് കഴിക്കാം. അത്യാവശ്യം അരി പോലെ തന്നെയാണ് തോന്നുള്ളൂ കേട്ടോ, നല്ലതാണ്. അപ്പോൾ നമ്മളത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തുള്ള പരിപാടികളാണ് അടുക്കളയിൽ. അതിപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനേ അലോവേര പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. എൻ്റെ മുടി ഇരിക്കുന്നു നോക്കിയപ്പം ആക്ച്വലി ഇവിടെ കിട്ടി അലോവേര. ഞാൻ ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലോണം കൊഴിയുന്നുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ മാറി, പിന്നെ വീണ്ടും ഇപ്പോൾ കൊഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് കൊഴിഞ്ഞു പോയത് മുഴുവനും നല്ല മുടിയും ബാക്കി ഇരിക്കുന്നത് മുഴുവൻ ഡ്രൈ ആയിട്ടുള്ള ഹെയറാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ഡ്രൈനെസ്സാണ്. അപ്പം ഞാൻ കുറച്ച് അലോവേര പറിച്ചിട്ടേ അത് തേച്ചാലോ എന്ന് ആലോചിക്കുക. അപ്പം അത് പറിക്കാൻ വേണ്ടി വന്നത്. ഭയങ്കരമായിട്ട് അയ്യോ കത്തി വേണം തോന്നുന്നു. അപ്പോൾ ഇത് തേച്ചിട്ട് നമുക്ക് ഡ്രൈനെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ തിരുവാതിര ആയതുകൊണ്ട് നമ്മൾ 2 ദിവസം ഓയിൽ അപ്ലൈ ചെയ്യാതെ കുളിക്കുന്നത്, ഓയിലൊന്നും ഇടില്ല. അപ്പോൾ കൂടുതലും ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ഹെയർ. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ തിരുവാതിരയുടെ അടുത്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വാൽക്കണ്ണാടിയൊക്കെ എടുത്തിട്ട് വലിച്ചിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഈ വാൽക്കണ്ണാടി നമുക്ക് നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്താണ് കേട്ടോ കിട്ടുക. എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള ഒരു കണ്ണാടി ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ വലിച്ചിൻ്റെ അവിടേക്ക് പോവുകയാണ്. അവിടെയാണ് എല്ലാവരും വരണത്. ഇവിടെ വെച്ചിട്ടാണ് മൂന്നും കൂട്ടുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണിത്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട്.
മധ്യേ നടുമുറ്റത്തൻപോടെഴുന്നള്ളി ശ്രീപീഠത്തിന്മേലിരുന്നുകൊണ്ട് പാനപ്പുഴ മന്ത്രകോടി ഉടുത്തു വഴി പോലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ജുഗുനുവിൻ്റെ ഒരു ഹോബിയാണ് വലിച്ചിന് അവിടേക്കും ഞങ്ങളുടെ അവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി വരിക. അപ്പോൾ അതേ അവനെ അങ്ങോട്ട് വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചോറ് അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഗോതമ്പ് ചോറാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ചോറും മാങ്ങയും കുമ്പളങ്ങയും കൂട്ടാനും കോവയ്ക്കുപ്പേരിയും പപ്പടവും ഉപ്പിലിട്ടതും തൈരൊക്കെയാണ് കേട്ടോ നമ്മുടെ ഉച്ചഭക്ഷണം. അത് കഴിഞ്ഞ് നമുക്ക് വെറ്റില, നേരത്തെ വെറ്റില മുറുക്കണം ഞാൻ കാണിച്ചല്ലോ, അത് 108 വെറ്റില നമ്മൾ മുറുക്കണം. 108 12 അങ്ങനെ എന്തൊക്കെ ഒരു കണക്കുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ 108 എണ്ണാണുള്ളത്. അപ്പോൾ അത് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് തിരുവാതിര കഴിഞ്ഞേക്ക് മുമ്പ് തീർക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എക്സസൈസ് ചെയ്യാനുണ്ടായിരുന്നു, ഒരു ചലഞ്ചാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് തന്നത്. അപ്പോൾ എന്തായാലും അത് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുതെ ഒരു ടൈം പാസ്. സൂര്യചേട്ടൻ പാടൂർക്ക് പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ എനിക്ക് തയ്ച്ചത് വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ തയ്ച്ചത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് ആ വഴിക്ക് അച്ഛൻ്റെ അമ്പലത്തിൽ, അച്ഛൻ അഷ്ടമിശ്ര അമ്പലത്തിൽ ആണ് അച്ഛൻ്റെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിട്ട് കാറ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ നിന്ന് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞു, കാറൊക്കെ കൊണ്ടുവന്നു. അത് ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഫ്ലാറ്റിലേക്ക് പോകണം. അപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിഞ്ഞ്, രാത്രി ചപ്പാത്തി ആയിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ മൺഡേ ആണ്, അപ്പം വർക്കിംഗ് ഡേ ആണ്, ജൂണിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തിയിട്ട് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ചെറിയ ചെറിയ പരിപാടികളാണ്. അരി തിളപ്പിച്ച് വെക്കൽ, പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ്. അത് കഴിഞ്ഞ് വേറെ പരിപാടികളൊന്നുമില്ല, നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അത്രയുള്ള അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. ടാറ്റാ ബൈ, സീ യു.